നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവാഹ വീട്ടിലെ ദീപാലങ്കാരത്തിന്റെ ജോലിക്കിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. തിരുമിറ്റക്കോട് കളത്തിലായൽപ്പടി വിപിനാണ് മരിച്ചത്. അപകടം ശനിയാഴ്ച വൈകിട്ടോടെ. വിത സാഹിത്യോത്സവത്തിന് സമാപനമായി. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കാവ്യശിഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് യൂണിയന്റെയും കൾച്ചറൽ ആൻഡ് ലിറ്റററി ക്ലബിന്റെയും സഹകരണത്തോടെ നടന്നുവന്നിരുന്ന വിത സാഹിത്യോത്സവം സമാപിച്ചു. എരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചികിത്സയ്ക്കായി ഡോക്ടറെ നിയമിക്കാത്തതിൽ പ്രതിഷേധം ഉയരുന്നു. അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് എസ് രംഗത്ത്. അവഗണന തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് MP റഫീഖ് തങ്ങൾ. കാറ്റിലും മഴയിലും മുള്ളൂർക്കരയിൽ വാഴകൃഷിക്ക് കനത്ത നാശം. ഓണവിപണിയെ ലക്ഷ്യമാക്കി കൃഷി ചെയ്ത 150ഓളം വരുന്ന ചങ്ങാലിക്കോടൻ നേന്ത്രവാഴകളാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും കടപുഴകി വീണത്. കർഷകനായ ആറ്റൂർ മണ്ഡലംകുന്ന് നരിപ്പറ്റ പ്രതീഷ് ബാബുവിന്റെ കൃഷിയിടത്തിലാണ് നാശനഷ്ടം. വിശദമായ വാർത്തയിലേക്ക്. വിവാഹ വീട്ടിൽ മാലബൾബ് കെട്ടുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. തിരുമിറ്റക്കോട് കളത്തിലായൽപ്പടി വേലായുധന്റെയും പത്മിനിയുടെയും മകൻ വിപിനാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. പ്രദേശത്തെ വിവാഹ വീട്ടിലേക്ക് പോകുന്ന വഴി ദീപാലംകൃതമാക്കുന്നതിനായി മാലബൾബ് കെട്ടുകയായിരുന്നു വിപിൻ. ഇതിനിടെ വയറിൽ നിന്നും ഷോക്കേറ്റു. ഈ സമയത്ത് പ്രദേശത്ത് ചാറ്റൽ മഴയും ഇടിമിന്നലും ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഇടിമിന്നലിൽ നിന്നാണോ യുവാവിന് ഷോക്കേറ്റത് എന്ന കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ വ്യക്തത കൈവരികയുള്ളൂ. ഷോക്കേറ്റ് പിടഞ്ഞു വീണ വിപിനെ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാവ്യയാണ് ഭാര്യ. സയൺ മകനും സുബിൻ സഹോദരനുമാണ്. വിത സാഹിത്യോത്സവത്തിന് സമാപനമായി. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കാവ്യശിഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് യൂണിയന്റെയും കൾച്ചറൽ ആൻഡ് ലിറ്റററി ക്ലബിന്റെയും സഹകരണത്തോടെ നടന്നുവന്നിരുന്ന വിത സാഹിത്യോത്സവം സമാപിച്ചു. ശ്രീകൃഷ്ണ കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം നടനും സാംസ്കാരിക പ്രവർത്തകനുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ C രാവുണ്ണി അധ്യക്ഷനായി. സംസ്ഥാന സർക്കാരിന്റെ ഭിന്നശേഷി പുരസ്കാരം നേടിയ സുധീഷ് ചന്ദ്രൻ, രജനി കാക്കശ്ശേരി, മാതൃഭൂമി സാഹിത്യ മത്സരത്തിൽ വിജയികളായ ഹുസൈൻ താമരക്കുളം, പ്രഭിത പ്രകാശൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, അപർണ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പ് അംഗങ്ങളുമായി VK ശ്രീരാമൻ സംവദിക്കുകയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. തുടർന്ന് ക്യാമ്പ് അംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും ക്യാമ്പിന്റെ അവലോകനവും നടന്നു. രാവിലെ നടന്ന സെഷനിൽ നവമാധ്യമങ്ങളും കഥയും എന്ന വിഷയത്തിൽ യുവ എഴുത്തുകാരൻ ഫ്രാൻസിസ് നൊറോണ പ്രഭാഷണം നടത്തി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 120ഓളം പുതിയ എഴുത്തുകാർ ക്യാമ്പിൽ പങ്കെടുത്തു. CCTV ന്യൂസ് കേച്ചേരി. SFI വടക്കാഞ്ചേരി ഏരിയ സമ്മേളന ലോഗോ പ്രകാശനം MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി നിർവഹിച്ചു. SFI ഏരിയ സെക്രട്ടറി AR അജയ് രാജ്, പ്രസിഡന്റ് PS സുബില, ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം അൻഷാദ്, അജിത് KM, CPIM വേലൂർ സെക്രട്ടറി അബിൽ ബേബി, CPIM വേലൂർ ലോക്കൽ കമ്മിറ്റി അംഗം അബ്ദുൾ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ മെയ് 18 ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന ഏരിയ സമ്മേളനം SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജിഷ്ണു ഷാജി ഉദ്ഘാടനം ചെയ്യും. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ശതാബ്ദിയോടനുബന്ധിച്ച് കേശദാനം സംഘടിപ്പിച്ചു. 1924 സ്ഥാപിതമായ കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേശദാനം സംഘടിപ്പിച്ചു. ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുന്നതിനായി അമല ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ചടങ്ങിൽ കൂനമുച്ചി ഇടവകാംഗങ്ങളായ 100ഓളം പേർ കേശദാനം നടത്തി. ദേവാലയാങ്കണത്തിലെ നിർമ്മല മൈതാനിയിൽ വെച്ച് നടന്ന കേശദാനം ക്യാൻസർ അതിജീവിതയായ സിൽവി സേവി ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ അധ്യക്ഷനായി. അമല ക്യാൻസർ റിസർച്ച് സെന്ററിനു വേണ്ടി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടൻമാണിയിൽ കേശം ഏറ്റുവാങ്ങി. ജൂബിലി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ജോമി ജോൺസൺ, ഡീക്കൻ ജെറിൽ മാളിയേക്കൽ, ട്രസ്റ്റി TA റെനീഷ്, ചാരിറ്റി കമ്മിറ്റി കൺവീനർ PC മാർട്ടിൻ എന്നിവർ സംസാരിച്ചു. കൈക്കാരന്മാരായ PC ജോസ്, PC ലോന, AL ജെയിംസ്, ചാരിറ്റി കമ്മിറ്റി ജോയിന്റ് കൺവീനർ റോഫി റാഫേൽ, ജൂബിലി ആഘോഷ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അൽഫോൺസ് മുട്ടത്ത്, ട്രഷറർ CA ജോൺസൺ, അമൽ ഷാജി എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി.
എരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചികിത്സയ്ക്കായി ഡോക്ടറെ നിയമിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് MP റഫീഖ് തങ്ങൾ ആവശ്യപ്പെട്ടു. 2 മാസമായി ഡോക്ടർ ഇല്ലാത്തതിനാൽ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചികിത്സ നിർത്തിവച്ചിരിക്കുകയാണ്. മാറിപ്പോയ ഡോക്ടർക്ക് പകരം ഡോക്ടറെ നിയമിക്കാത്തത് രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ, വരവൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നൂറുകണക്കിന് രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ സർക്കാർ ആശുപത്രിയിൽ ആവശ്യമായ സേവനം നൽകാൻ ചുമതലയുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാകണമെന്നും അവഗണന തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും MP റഫീഖ് തങ്ങൾ അറിയിച്ചു. 3 മാസക്കാലമായിട്ട് ഇവിടെ ഉച്ചതിരിഞ്ഞ് OP ഇല്ലാത്തൊരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ വേനൽക്കാലം മഴ ആരംഭിച്ചിരിക്കുന്ന സമയത്ത് തന്നെ OPയിൽ ആളുകളില്ല എന്ന് പറയുന്നതും ഉച്ചയ്ക്ക് ശേഷം ഇവിടെ പരിശോധന ഇല്ല എന്ന് പറയുന്നതും സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സംവിധാനമാണ്. ഉള്ള 4 പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആരോഗ്യപരമായ സംവിധാനത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉടനടി അതിന് വേണ്ട അടിയന്തര ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവിടെ OP റീസ്റ്റാർട്ടിങ് ചെയ്യുവാൻ വേണ്ട നടപടി കൈക്കൊള്ളണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ കൈക്കൊള്ളാത്ത പക്ഷം ജനകീയമായ സമരങ്ങൾക്ക് ഞങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടി വരുമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. CPIM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന സാവിത്രി രാമകൃഷ്ണൻ അന്തരിച്ചു. വാർദ്ധക്യസഹജമായ രോഗങ്ങളെ തുടർന്ന് യൂണിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 അന്ത്യം. കണ്ടാണശ്ശേരി മൂത്തേടത്ത് പരേതനായ രാധാകൃഷ്ണന്റെ ഭാര്യയാണ് സാവിത്രി. 76 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, ഉഷ പ്രഭുകുമാർ, കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK സതീശൻ, KG പ്രമോദ്, സീതാരവീന്ദ്രൻ, MB പ്രവീൺ എന്നിവർ ചേർന്ന് രക്തപതാക പുതപ്പിച്ചു. പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. 1995 മുതൽ 2000 വരെയുള്ള കാലയളവിൽ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന സാവിത്രി രാമകൃഷ്ണൻ 2000 മുതൽ 2005 വരെയുള്ള കാലയളവിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചു. TK വാസു പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതിനെ തുടർന്ന് ഈ കാലയളവിൽ 1.5 വർഷത്തോളം സാവിത്രി രാമകൃഷ്ണൻ പ്രസിഡന്റ് പദവി വഹിച്ചിരുന്നു. ദീർഘകാലം CPIM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗമായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രദീപ്, ദിലീപ്, പ്രമോദ് എന്നിവർ മക്കളാണ്. CCTV ന്യൂസ്, കേച്ചേരി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റു. പഴവൂർ വീട്ടിൽ രാഹുൽ രാജ്, വെള്ളർക്കാട് സ്വദേശിയായ സുജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നുച്ചയ്ക്ക് 1:15 അപകടം. പരിക്കേറ്റ 2 പേരെയും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാഷ്ട്രീയമായി സ്ത്രീകളെ നേരിടാനോ അവരോട് എതിരിടാനോ കഴിയാതെ വരുമ്പോൾ അവരെ അവഹേളിക്കുകയും വ്യക്തിപരമായി ആക്രമിക്കുകയും ചെയ്യുക എന്നതാണ് UDF നടത്തിവരുന്നതെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ. വടകരയിൽ UDF പൊതുയോഗത്തിൽ RMP നേതാവ് നടത്തിയ പരാമർശത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു അവർ. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തിയാണ് ശൈലജ ടീച്ചർ. ലോകം കണ്ട ഏറ്റവും നല്ല ആരോഗ്യമന്ത്രിയായിരുന്നു. അന്നൊന്നുമില്ലാത്ത ഒരു ആരോപണമാണ് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഉണ്ടായത്. വടകരയിൽ ശൈലജ ടീച്ചറും ഇടതുപക്ഷത്തിന്റെ ആളുകളുമാണ് വർഗീയ പരാമർശങ്ങളും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും കൊണ്ടുവന്നത് എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി ചേർന്ന യോഗത്തിനകത്ത് ഇത് ഞങ്ങളുടെ അജണ്ടയാണെന്നും ഞങ്ങൾ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുടെ ഉസ്താദുമാരാണെന്നും ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് RMP നേതാവ് സംസാരിച്ചത്. UDF സ്ത്രീവിരുദ്ധ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നവരാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടായിരുന്നുവെങ്കിൽ അത് തീർക്കുന്ന രീതിയിലാണ് ഹരിഹരൻ പ്രസംഗിച്ചത്. രാഷ്ട്രീയമായി ശ്രദ്ധേയമായി പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ തളർത്തിയിടാൻ വേണ്ടി വ്യക്തിപരമായി അവരെ ആക്രമിക്കുക, പ്രത്യേകമായി സ്ത്രീകളാണെങ്കിൽ അവരെ ലൈംഗിക ഉപകരണം മാത്രമായി കാണുന്ന പൊതുസമൂഹത്തിന്റെ പ്രവണതയാണ് മാറ്റേണ്ടത്. പൊതുരാഷ്ട്രീയത്തിനകത്ത് ഒരിക്കലും രാഷ്ട്രീയമല്ലാതെ വ്യക്തിപരമായ ആശയങ്ങളെയോ ലൈംഗികമായ ആശയങ്ങളെയോ മതപരമായ വിഷയങ്ങളോ കൊണ്ടുവരാൻ ഒരു കാരണവശാലും ഒരു സമൂഹവും അനുവദിക്കരുതെന്നും അതിശക്തമായി അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ജാഗ്രതയോടെ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും ഉഷ പ്രഭുകുമാർ വ്യക്തമാക്കി. ഇതിനൊക്കെ മനസ്സിലാക്കുന്നത് വ്യക്തമായി രാഷ്ട്രീയമായി സ്ത്രീകളെ നേരിടാനോ അവരോട് എതിരിടാനോ കഴിയാതെ വരുമ്പോൾ രാഷ്ട്രീയമായി ശ്രദ്ധേയമായി പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ തളർത്തിയിടാൻ വേണ്ടി വ്യക്തിപരമായി അവരെ ആക്രമിക്കുക. ശ്രീ ഹരിഹരൻ പറഞ്ഞത് RMPയുടെ നേതാവെന്നോ രാഷ്ട്രീയ നേതാവാണെന്നോ എന്നുള്ളതിനേക്കാൾ ഉപരി
പൊതുരാഷ്ട്രീയത്തിനകത്ത് ഒരിക്കലും രാഷ്ട്രീയമല്ലാതെ വ്യക്തിപരമായ ആശയങ്ങളെയോ ലൈംഗികമായ ആശയങ്ങളെയോ മതപരമായ വിഷയങ്ങളോ കൊണ്ടുവരാൻ ഒരു കാരണവശാലും ഈ സമൂഹം സമ്മതിക്കരുതെന്നാണ് അതിശക്തമായി അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ മേലിലൊരിക്കലും രാഷ്ട്രീയ ചർച്ചകൾ നടക്കേണ്ടിടത്ത് വ്യക്തിപരമായ ചർച്ചകളും ലൈംഗികമായ ചർച്ചകളും മതപരമായ ചർച്ചകളും കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ജാഗ്രതയോടെ കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് അതിനെ എതിർത്തുകൊണ്ട് ഒരു വാണിംഗ് ആയി ഇത് ഏറ്റെടുക്കണമെന്നാണ് മഹിളാ അസോസിയേഷൻ്റെ നേതാവ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. CCTV ന്യൂസ് കേച്ചേരി. കാറ്റിലും മഴയിലും മുള്ളൂർക്കരയിൽ വാഴ കൃഷിക്ക് കനത്ത നാശം. ഓണവിപണിയെ ലക്ഷ്യമാക്കി കൃഷി ചെയ്ത 150ഓളം വരുന്ന ചങ്ങാലിക്കോടൻ നേന്ത്രവാഴകളാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും കടപുഴകി വീണത്. കർഷകനായ ആറ്റൂർ മണ്ഡലംകുന്ന് നരിപ്പറ്റ പ്രതീഷ് ബാബുവിന്റെ വാഴകൃഷിയാണ് നശിച്ചത്. KCB ഓവർസിയർ കൂടിയായ ബാബു 7 വർഷമായി വാഴകൃഷിയുമായി മുന്നോട്ടു പോകുകയായിരുന്നു. വിവിധ വായ്പകളിലൂടെയും മറ്റുമാണ് ബാബു കൃഷി നടത്തിയിരുന്നത്. ഓണമായാൽ കാഴ്ചക്കുലകൾക്കായി ആളുകൾ ഇദ്ദേഹത്തെ തേടിയെത്താറുണ്ട്. ഇതുകൂടാതെ നല്ല രീതിയിൽ വിളവ് തരുന്ന 50ഓളം വരുന്ന കപ്പത്തറിയും നശിച്ചു. മുള്ളൂർക്കര കൃഷിഭവനിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ബാബു. അധികൃതർ വേണ്ട ധനസഹായം നൽകണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു. എൻ്റെ പേര് ബാബു എന്നാണ്, ആറ്റൂർ നിവാസി. ഇവിടെ പറയാം കല്ലടി എന്നാണ്. ഞാൻ 150ഓളം വാഴ ഓണവിപണി പ്രതീക്ഷിച്ച് വെച്ചായി കാണുന്നതൊക്കെ, പക്ഷെ എല്ലാം ഒടിഞ്ഞു പോയി. ഇന്നലെ ഉണ്ടായ കാറ്റിലും മഴയിലും. ഓണത്തിന് നല്ലൊരു വിപണി പ്രതീക്ഷിച്ചാണ്, നല്ല വാഴകളായിരുന്നു. എല്ലാം നശിച്ചു പോയി. നോക്കാൻ പറ്റില്ല, വിഷമം തോന്നുന്നു. 10-30 മൂട് കപ്പ കംപ്ലീറ്റ് പുഴങ്ങിന് അതൊന്നും ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് ഒടിഞ്ഞു പോയി. ഒടിയല്ല, പുഴങ്ങിപ്പോയി. പുഴങ്ങിയ കാരണം ഒടിഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല, കംപ്ലീറ്റ് ഇളകിപ്പോയി. ഒന്നും കിട്ടില്ലെന്നും. ഒക്കെ കറക്റ്റ് ഓണത്തിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. കപ്പി മഴയെല്ലാം. വടക്കേക്കാട് തിരുവള്ളന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടത്തി. ശനിയാഴ്ച രാവിലെ പ്രത്യേക പൂജകളായ ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, പറവെപ്പ്, ഉച്ചപൂജ, നടപ്പുരമേളം, പാണ്ടിമേളം എന്നിവ ഉണ്ടായി. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പുല്യന്നൂർ കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ചന്ദ്രബോസ് ശർമ്മ സഹകാർമ്മികനായി. നാഗക്കാവിലെ താന്ത്രിക ചടങ്ങുകൾക്ക് പാതിരാകുന്നുമന പ്രസാദ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് 11 മണി മുതൽ പ്രസാദകൂട്ടുമുണ്ടായിരുന്നു. മേളത്തിന് ശശിമാരാരും സംഘവും നേതൃത്വം നൽകി. തുടർന്ന് പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. നിറമാല, ദീപാരാധന, ചുറ്റുവിളക്ക്, തായമ്പക എന്നിവയുമുണ്ടായി. പരിപാടികൾക്ക് പ്രസിഡന്റ് മോഹൻദാസ്, സെക്രട്ടറി ബാബു ഹരിശ്രീ, ട്രഷറർ കുമാരൻ തിരുവളയന്നൂർ, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഞ്ഞൂരിൽ കിണറ്റിൽ കുടുങ്ങിയ യുവാവിനെ കുന്നംകുളം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. അഞ്ഞൂരിൽ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങി കിണറ്റിൽ കുടുങ്ങിയ യുവാവിനെ കുന്നംകുളം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. അഞ്ഞൂർ സ്വദേശി കല്ലുവളപ്പിൽ വീട്ടിൽ 47 വയസ്സുള്ള ഉനൈസാണ് കിണറ്റിൽ കുടുങ്ങിയത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. അഞ്ഞൂർ സ്വദേശി ഉമ്മറിന്റെ വീട്ടിലെ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ ഉനൈസ് കിണർ വൃത്തിയാക്കി തിരിച്ചു കയറാൻ നേരം ശരീരം തളർന്ന് കിണറ്റിൽ കുടുങ്ങുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശവാസികൾ ഉനൈസിനെ കിണറ്റിൽ നിന്നും പുറത്തെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതോടെ കുന്നംകുളം അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചു. തുടർന്ന് കുന്നംകുളം ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ B വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി നിമിഷങ്ങൾക്കകം ഉനൈസിനെ കിണറ്റിൽ നിന്നും പുറത്തെത്തിച്ചു. അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരായ രഞ്ജിത്ത്, നവാസ് ബാബു, പവിത്രൻ, ഹരിക്കുട്ടൻ, അമൽ, സനൽ, വിഷ്ണുദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കുന്നംകുളം ബ്യൂറോയ്ക്കൊപ്പം CCTV ന്യൂസ് പുന്നിയൂർക്കുളം. സാഹചര്യങ്ങളോട് പടവെട്ടി അതിജീവന പാതയിൽ മുന്നേറുകയാണ് ചാവക്കാട് ഇരട്ടപ്പുഴ സ്വദേശി കുഞ്ഞിത്തപ്പൻ വീട്ടിൽ സുരേഷ് ബാബു. തന്റെ മുച്ചക്ര സൈക്കിളിൽ സോളാർ ഘടിപ്പിച്ചാണ് വ്യത്യസ്തമായ രീതിയിൽ സുരേഷ് ഉപജീവന മാർഗമായ ലോട്ടറി കച്ചവടം നടത്തുന്നത്. ചാവക്കാട് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ 22 വർഷമായി ലോട്ടറി കച്ചവടം നടത്തിവരികയാണ് സുരേഷ്. ചെറുപ്പത്തിലെ ബാധിച്ച പോളിയോ തൻ്റെ ഇരുകാലുകൾക്കും കൈകൾക്കും വൈകല്യമുണ്ടാക്കിയെങ്കിലും മനസ്സു തളരാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഈ 54-കാരൻ. ആദ്യമെല്ലാം മുച്ചക്ര സൈക്കിളിൽ കൈകൊണ്ട് പെഡൽ നീക്കിയാണ് ഓരോ സ്ഥലങ്ങളിലേക്കും കച്ചവടത്തിനെത്തിയിരുന്നത്. ഇതിനിടയിൽ ഒരു അപകടം സംഭവിച്ചതിനാൽ ജോലി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നീട് സൈക്കിളിൽ ബാറ്ററി ഘടിപ്പിച്ചായി യാത്ര. ഏകദേശം 1.5 വർഷം മുമ്പാണ് സോളാർ സിസ്റ്റം സൈക്കിളിൽ കൊണ്ടുവരുന്നത്.
പകൽ സമയങ്ങളിൽ ഏകദേശം 40 കിലോമീറ്ററോളം യാത്ര പോകുവാനുള്ള ചാർജ് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ ഇങ്ങനെയൊന്ന് ആദ്യമാണെന്നാണ് സുരേഷ് ബാബു പറയുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഞാനിപ്പോൾ സോളാർ വെക്കുമ്പോൾ നമുക്കിത് പകലോട്ടുള്ള സാധ്യത തന്നെ കിട്ടും. ഒരു 10-40 കിലോമീറ്ററോളം കിട്ടുന്നു. രാത്രികളിൽ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനൊരു രീതിയിലുള്ള ഒരു വണ്ടി നമ്മൾ ഈ കേരളത്തിൽ ഇല്ലയെന്നാണ് എൻ്റെ അറിവ്. ഇപ്പോൾ കിമാ ലക്കി സെന്റർ എന്ന പേരിൽ തുടങ്ങിയ ലോട്ടറി കച്ചവടം സുഖകരമായി മുന്നോട്ടു പോകുകയാണ്. CCTV ന്യൂസ്, ചാവക്കാട്. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന CSA രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇസ ഗോൾഡ് ബേസ് പെരുമ്പാവൂർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. ശനിയാഴ്ച നടന്ന സെമി ഫൈനലിന്റെ രണ്ടാം പാദ മത്സരത്തിൽ കാസ്കോ FC ശാസ്ത മെഡിക്കൽസ് തൃശൂരും ഇസ ഗോൾഡ് ബേസ് പെരുമ്പാവൂരും തമ്മിൽ ഏറ്റുമുട്ടി. മത്സരം സമനില പാലിച്ചതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബേസ് പെരുമ്പാവൂർ വിജയിച്ചു. രണ്ടാം സെമിയുടെ രണ്ടാം പാദ മത്സരത്തിൽ ഞായറാഴ്ച രാത്രി FC പട്നയും ഷിഫ മഞ്ചേരിയും തമ്മിൽ മത്സരിക്കും. ഞായറാഴ്ച വിജയിക്കുന്ന ടീം ചൊവ്വാഴ്ച നടക്കുന്ന ഫൈനലിൽ മത്സരിക്കും. ശനിയാഴ്ച രാത്രിയിൽ കായിക പ്രേമികൾ മൈതാനത്ത് വാദ്യമേളങ്ങളോടെ ഇരു ടീമുകൾക്കും ആവേശം നൽകി. ടൂർണമെന്റിന് ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതിദേവ് എന്നിവരടങ്ങുന്ന സംഘാടക സമിതി നേതൃത്വം നൽകി. ചാലിശ്ശേരി CSA അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ ശനിയാഴ്ച രാത്രിയിലെ വിശിഷ്ട അതിഥിയായി എത്തിയ 11 വയസ്സുകാരൻ അർച്ചിതിന് കാൽപന്ത് കളി ആവേശവും ആഹ്ലാദവുമായി. ജനന സമയത്ത് ഓക്സിജന്റെ അളവിലെ കുറവാണ് സെറിബ്രൽ പാൾസി ബാധിക്കുവാൻ കാരണം. ജീവിതകാലം മുഴുവൻ പരിചരണം ആവശ്യമായ അവസ്ഥയാണ് സെറിബ്രൽ പാൾസി. 6 വയസ്സിനുള്ളിൽ മംഗലാപുരം ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജിൽ 2 കാലിനായി 8ഓളം സർജറി നടത്തി. ഇപ്പോൾ മറ്റൊരാളുടെ സഹായത്തോടെ നടക്കുന്ന അർച്ചിത് കഴിഞ്ഞ 9 മാസമായി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ഫിസിയോതെറാപ്പി നടത്തി വരുന്നു. സ്ഥിരമായി ഫിസിയോതെറാപ്പി ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വീട്ടിൽ തെറാപ്പി ചെയ്യുന്നതിനായി ഒരു സൈക്കിൾ നൽകിയിട്ടുണ്ട്. ഇനിയും മറ്റു തെറാപ്പി ഉപകരണങ്ങൾ അർച്ചിതിന് ആവശ്യമായിട്ടുണ്ട്. ചികിത്സയുടെ ഭാഗമായി സഹയാത്രാ സൊസൈറ്റി ചെണ്ടവാദ്യവും പന്തുകളിയും പഠിപ്പിക്കുന്നുണ്ട്. കളിയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചതോടെ കാൽപന്ത് കളിയുടെ ആവേശവും കളിക്കാരനാകാനുള്ള ആഗ്രഹവും മനസ്സിൽ നിറയുകയാണ്. മൈതാനത്ത് ശനിയാഴ്ച രാത്രി ടീമംഗങ്ങളെ പരിചയപ്പെടുവാൻ UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ എന്നിവരോടൊപ്പം അർച്ചിതും ഉണ്ടായിരുന്നു. സഹയാത്രാ വളണ്ടിയർ വൈശാഖ് അർച്ചിതിനെ എടുത്തുകൊണ്ട് ടീമംഗങ്ങളുടെ അടുത്തെത്തി. ഏറെ സന്തോഷത്തോടെ എല്ലാവരെയും ഹസ്തദാനം ചെയ്തു. മുഴുവൻ സമയവും ഫുട്ബോൾ മത്സരം മതിമറന്ന് ആസ്വദിച്ച ശേഷമാണ് മടങ്ങിയത്. സംഘാടക സമിതി കൺവീനർ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, കോർഡിനേറ്റർമാരായ TA രണദിവെ, TK സുനിൽകുമാർ എന്നിവർ ചേർന്ന് അർച്ചിതിനെ സ്വീകരിച്ചു. പെരിങ്ങോട് ഇട്ടോണം മൂരിപ്പാറ വീട്ടിൽ ചന്ദ്രൻ രഞ്ജിഷ ദമ്പതിമാരുടെ മകനാണ്. നിവേദ്, തീർത്ത എന്നിവർ സഹോദരങ്ങളാണ്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ സീനിയർ CLCയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയം പാരിഷ് ഹാളിൽ നടന്ന സെമിനാർ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ CLC സംഘടനാ യൂണിറ്റ് പ്രസിഡന്റ് MD ജസ്റ്റിൻ അധ്യക്ഷനായി. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസറുമായ ഡോക്ടർ സുനിൽ സണ്ണി ചാലക്കൽ സെമിനാറിന് നേതൃത്വം നൽകി. വിവിധ കോഴ്സുകളെപ്പറ്റിയും കോളേജ് പ്രവേശനത്തിനുള്ള നിർദ്ദേശങ്ങളും സെമിനാറിൽ അവതരിപ്പിച്ചു. സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, സീനിയർ CLC സെക്രട്ടറി PT സേവി എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ ആഘോഷമായി നഴ്സസ് ഡേ. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ വിവിധ പരിപാടികളോടെ നഴ്സസ് ദിനം ആഘോഷിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോയ്സൺ ചെറുവത്തൂരിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആശുപത്രി ചാപ്പലിൽ നടന്ന ദിവ്യബലിയോടെയാണ് നഴ്സസ് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് തൃശൂർ അതിരൂപത കാത്തലിക് നഴ്സസ് ഗിൽഡ് സംഘടനയിൽ ചേർന്ന പുതിയ അംഗങ്ങൾക്ക് ബാഡ്ജും ജപമാലയും വിതരണം ചെയ്തു. നഴ്സസ് ദിനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം നാൻസി ആന്റണി ഉദ്ഘാടനം ചെയ്തു. പീഡിയാട്രിഷ്യൻ ഡോക്ടർ സിസ്റ്റർ ജൂഡിറ്റ്, ഓർത്തോ വിഭാഗം ഡോക്ടർ ശ്രീജിത്ത് ശ്രീനിവാസൻ എന്നിവർ നഴ്സസ് ദിന സന്ദേശം നൽകി. ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം, നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ലിസ പോൾ, നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ജസ്ന എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് അംഗങ്ങളും നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഫ്ലാഷ് മോബ്, സ്കിറ്റ് എന്നിവയും അരങ്ങേറി.
ആശുപത്രിയിലെ ഡോക്ടർമാർ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ നഴ്സസ് ദിനാഘോഷത്തിൽ സംബന്ധിച്ചു. CCTV ന്യൂസ് കേച്ചേരി. അക്കിക്കാവ് അഗതിയൂർ ചേന്നപുരം ക്ഷേത്രത്തിൽ 7 ദിവസമായി നടന്നുവന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും പ്രതിഷ്ഠാദിന മഹോത്സവവും സമാപിച്ചു. മേടമാസം 22 മുതൽ 29 വരെ നടന്ന ശ്രീശുഖമണ്ഡലി ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് വെള്ളിനേഴി ഹരികൃഷ്ണൻ യജ്ഞാചാര്യനായിരുന്നു. കറുത്തേടത്ത് കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ഉഷ അച്ചുണ്ണി എന്നിവർ സഹ ആചാര്യത്വം വഹിച്ചു. പ്രതിഷ്ഠാദിനമായ ശനിയാഴ്ച ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം തുടങ്ങിയവയും വിശേഷാൽ പൂജകളും ഉണ്ടായി. തുടർന്ന് കലാമണ്ഡലം കുട്ടിനാരായണന്റെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യവും അരങ്ങേറി. വൈകിട്ട് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും നടന്നു. സപ്താഹത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ 7 ദിവസം തുടർച്ചയായി 3 നേരവും പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. ഇന്ന് ലോക മാതൃദിനം. ലോകത്തെങ്ങുമുള്ള സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമായ അമ്മമാർക്കു വേണ്ടിയാണ് അന്താരാഷ്ട്ര മാതൃദിനം ആഘോഷിക്കുന്നത്. മക്കളെ സ്വജീവനേക്കാളേറെ സ്നേഹിക്കുന്ന, അവർക്കായി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാകുന്ന വാത്സല്യനിധിയാണ് മാതാവ്. കുടുംബത്തിനു വേണ്ടിയുള്ള ആത്മസമർപ്പണം കൂടിയാണ് ഓരോ മാതാവിൻ്റെയും ജീവിതം. അമ്മയോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാൻ ഒരു ജന്മം മതിയാകില്ല. അല്ലെങ്കിൽ പ്രത്യേകമായി ഒരു ദിവസം മാത്രം പ്രകടിപ്പിക്കേണ്ടതാണോ അമ്മയോടുള്ള സ്നേഹം എന്ന ചോദ്യവും ഉയർന്നേക്കാം. എന്നാൽ ഇന്നത്തെ ആശ്വാസമല്ലാത്ത സാഹചര്യങ്ങൾ അതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ്. പ്രസവിച്ച് അമ്മിഞ്ഞപ്പാൽ പകർന്നു നൽകി വളർത്തി വലുതാക്കിയ സ്വന്തം മാതാവിനെ അവഗണിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അവരെ ക്രൂരമായി ആക്രമിക്കാനും വീട്ടിൽ നിന്ന് തള്ളിപ്പുറത്താക്കാനും കൊലപ്പെടുത്താൻ വരെ ചില കെട്ട മനസ്സുകൾ തയ്യാറാകുന്ന ഈ കാലത്ത് തീർച്ചയായും ഈ ദിനത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. 1914 അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ മാതൃദിനത്തെ ഔദ്യോഗികമാക്കിയത്. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ച മാതൃസ്നേഹത്തിനായി സമർപ്പിച്ചു. അത് പിന്നീട് ലോകമെമ്പാടും ഏറ്റെടുക്കുകയായിരുന്നു. 110 വർഷമായി ലോകം മാതൃദിനത്തിന്റെ സ്നേഹം ഉൾക്കൊള്ളുന്നുണ്ട്. ആ വാത്സല്യത്തെ അനശ്വരമാക്കുന്നു. ജന്മം നൽകിയ മാതാവിനെയും മാതൃത്വത്തെയും ആദരിക്കുന്ന അസുലഭ സന്ദർഭമാണിത്. എത്ര തിരക്കിനിടയിലും മാതാവിനൊപ്പം അല്പം സമയം ചെലവിടാനും എപ്പോഴും അവരെ ചേർത്തു പിടിക്കാനും കഴിയണമെന്നതാണ് മാതൃദിനം നൽകുന്ന സന്ദേശം. ന്യൂസ് ഡെസ്ക് CCTV. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ 14-ാം വാർഡ് കാഞ്ഞിരത്തിങ്കലിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയ മരച്ചീനി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വാർഡ് മെമ്പർ MA അബ്ദുൾ റഷീദ് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളികളായ ജസീല ജമാൽ, കല്യാണി വാസു, സുഭാഷിണി പ്രേമൻ, മോഹിനി സുരേന്ദ്രൻ, ബാബു ഹരിദാസൻ, PS ഖാദർ, പത്മാവതി പ്രഭാകരൻ, റംല, ആമിനക്കുട്ടി, ആസിയ ഹുസൈൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി നടത്തിയത്. മരച്ചീനി കൃഷിയിൽ മികച്ച വിളവാണ് ലഭിച്ചത്. പ്രസിദ്ധമായ മുളയൻകാവ് കാളവേല ആഘോഷിച്ചു. 100-ൽ പരം ഇണക്കാള കോലങ്ങൾ അണിനിരന്ന കാളവേല ഉത്സവപ്രേമികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി. രാത്രിയോടെയാണ് തട്ടകങ്ങളിൽ നിന്നുമുള്ള ഇണക്കാളകൾ ക്ഷേത്രത്തിലെത്തിയത്. ഇണക്കാളകളുടെ വർണ്ണച്ചാരുതയിലായിരുന്നു പ്രസിദ്ധമായ മുളയൻകാവ് കാളവേല ആഘോഷിച്ചത്. വിവിധ ദേശങ്ങളിൽ നിന്നുമായി 100-ൽ പരം ഇണക്കാളക്കോലങ്ങളാണ് മുളയൻകാവ് ബോധിയുടെ സന്നിധിയിൽ പ്രതിഷ്ഠ നടത്തി വിടവാങ്ങിയത്. വൈവിധ്യങ്ങളായ കാളക്കോലങ്ങൾ പൂരപ്രേമികൾക്ക് ദൃശ്യവിരുന്നാണ് ഒരുക്കിയത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് 10 തറ 4 ദേശങ്ങളിൽ നിന്നുള്ള ഇണക്കാളകൾ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങിയത്. വൈകുന്നേരം മുതൽ ആരംഭിച്ച വേനൽ മഴ കാളവേലാഘോഷത്തിന് ചെറിയ തോതിൽ മങ്ങലേൽപ്പിച്ചുവെങ്കിലും അവസാനമേളയിൽ ആവേശഭരിതമായ കാളക്കളിയായിരുന്നു മുളയൻകാവിൽ നടന്നത്. പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ കാളപ്രദക്ഷിണവും തുടർന്ന് പുലർച്ചെ കാളയിറക്കവും നടന്നു. വെള്ളുവനാട്ടിൽ 2 കാളവേലയും 2 പൂരവും ആഘോഷിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മുളയൻകാവ് ബോധി ക്ഷേത്രം. വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 100 കണക്കിന് പൂരപ്രേമികളാണ് മുളയൻകാവിലേക്ക് ഒഴുകിയെത്തിയത്. ഇറങ്ങുന്നതിന് മുമ്പായി അവയിൽ ഉള്ള ജനറേറ്റർ ഓഫ് ചെയ്യും. രാത്രി 12 മണി. മദർ തെരേസ ഇന്റർനാഷണൽ ചാരിറ്റി അവാർഡ് നേടിയ എരുമപ്പെട്ടി കോട്ടപ്പുറം പുത്തൂർ വീട്ടിൽ ഡോക്ടർ PK ലിൻഡോയെ CPM ആദരിച്ചു. കോട്ടപ്പുറം ബ്രാഞ്ച് കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പൊന്നാട അണിയിച്ച് ഉപഹാരം സമർപ്പിച്ചു. അഭിഭാഷകനായി എൻറോൾ ചെയ്ത കോട്ടപ്പുറം സ്വദേശി ശ്യാം മോഹനെയും ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്,
ബ്രാഞ്ച് സെക്രട്ടറി KG ശശി, ലോക്കൽ കമ്മിറ്റി അംഗം OB സുബ്രഹ്മണ്യൻ, റൈസി ഷാജൻ, ഷർമിള ബാലകൃഷ്ണൻ, ദിവ്യ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. തമ്പുരാൻപടി റെഡ് ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അൽ അർമാൻ ഗ്രൂപ്പ് ഖത്തറും മഹർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചാവക്കാടും സംയുക്തമായി 7ാമത് നിർമ്മൽ സ്മാരക അഖില കേരള ഫ്ലഡ് ലൈറ്റ് വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് ആൽക്കൽ ക്ഷേത്ര ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ES ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ ശൈലജ സുധൻ, കൊച്ചി കസ്റ്റംസ് ഇൻസ്പെക്ടർ രാജീവ് കൊള്ളാടി, CPIM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം അനൂപ് പൂക്കോട് എന്നിവർ മുഖ്യാതിഥികളായി. നാഷണൽ ലെവൽ മാസ്റ്റേഴ്സ് വോളിബോൾ പ്ലെയർ ഖാദറിനെ ചടങ്ങിൽ ആദരിച്ചു. ക്ലബ് അംഗങ്ങളായ വൈശാഖ്, ജിതിൻ എന്നിവർ സംസാരിച്ചു. മത്സരത്തിൽ ഫ്രണ്ട്സ് ആനക്കോട്ട കിരീടം നേടി. 7 സ്റ്റാർ മംഗലം റണ്ണറപ്പായി. തളി ANMM UP സ്കൂളിലെ 1994-95 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ സ്കൂളിനായി ഊഞ്ഞാൽ സമർപ്പിച്ചു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക P പത്മജ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം TM വാത്തുകുട്ടി, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കോർഡിനേറ്റർ CK വിനോദ്, PTA പ്രസിഡന്റ് MR രതിമോഹൻ, അധ്യാപകരായ AN നീലകണ്ഠൻ, അബ്ദുൾ ഗഫൂർ KI, പൂർവ്വ വിദ്യാർത്ഥികളായ വേണുഗോപാലൻ TC, PK ജീഷ്, ഷെബിത, ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. ദേവീക്ഷേത്രങ്ങളിലെ കതിന ചടങ്ങ് പൊട്ടിക്കലിൽ ശ്രദ്ധേയരാണ് സജീവനും കൂട്ടുകാരൻ സത്യനും. ദൈവപ്രീതിക്കായി ചെയ്യുന്ന ഇത്തരം സേവനത്തിന് പുതുതലമുറയെ കിട്ടാത്ത സ്ഥിതിയാണ്. പുന്നൂർകുളം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെ മിക്കവാറും ദേവീക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ഒരു ആചാരമാണ് വെടിവഴിപാട്. ഇതിനുപയോഗിക്കുന്ന സാധനങ്ങളാണ് കതിനകൾ. കതിനക്കുറ്റികളിൽ വെടിമരുന്നും ഇഷ്ടികയും നിറച്ച് തീ കൊളുത്തുന്ന എടക്കളത്തൂർ ആലാട്ട് തറവാട്ടിലെ സജീവനും കൂട്ടുകാരൻ സത്യനുമാണ് പ്രദേശങ്ങളിലെ ക്ഷേത്ര ഉത്സവങ്ങളിൽ താരം. ഇരുവരുടെയും കൂട്ടുകെട്ടുകളിലൂടെയാണ് ക്ഷേത്രമുറ്റങ്ങളിൽ നിന്നും കാതടയ്ക്കുന്ന കതിനയുടെ ശബ്ദം ഉയരുന്നത്. പറപ്പൂക്കാവ്, മാഞ്ചിറ, അടാട്ട് തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിലാണ് ഇരുവരും ചേർന്ന് ദേവിയെ വിളിച്ചുണർത്തൽ ചടങ്ങായ കതിന പൊട്ടിക്കൽ ചടങ്ങ് നടത്തുന്നത്. 10 വർഷത്തിലധികമായി ഇരുവരും കതിനക്കുറ്റിയിൽ മരുന്ന് നിറച്ച് വഴിപാട് കതിനകളും ആചാര വിളംബര കതിനകളും പൊട്ടിക്കുന്നു. നിസ്സാര കൂലിക്കാണ് ഇവർ അമ്പലങ്ങളിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. പുലർച്ചെ 5 മണിക്ക് തുടങ്ങിയാൽ രാത്രി ഏറെ വൈകിയാകും ഇവരുടെ പ്രവൃത്തികൾ കഴിയുക. ഏകദേശം 20 സെന്റിമീറ്റർ ഉയരവും 10 സെന്റിമീറ്റർ വ്യാസവുമുള്ള കതിനക്കുറ്റിയിൽ മുകൾ ഭാഗത്തും വശങ്ങളുടെ അടിഭാഗത്തും ഓരോ ദ്വാരത്തോടുകൂടിയ ഉരുക്കിനാൽ നിർമ്മിച്ച കുറ്റിയാണ് ഇതിനുപയോഗിക്കുന്നത്. മുകളിലുള്ള ദ്വാരത്തിൽ വെടിമരുന്ന് നിറച്ചതിനു ശേഷം എയർ കടക്കാത്ത രീതിയിൽ ഇഷ്ടികപ്പൊടി നിറയ്ക്കും. അതിനുശേഷം മരുന്നുപൊടി നിലത്ത് വിതറി അതിനു മീതെയാണ് കതിനക്കുറ്റികൾ വയ്ക്കുക. അടിയിൽ വിതറിയ മരുന്നിൽ തീ കൊടുക്കുമ്പോൾ സൈഡിലുള്ള ദ്വാരത്തിലൂടെ തീ ഉള്ളിൽ പ്രവേശിക്കുകയും കുറ്റിയിലെ വെടിമരുന്ന് കത്തുകയും ചെയ്യും. ഇതിനുള്ളിൽ രൂപപ്പെടുന്ന വാതകങ്ങളുടെ സമ്മർദ്ദത്തിൽ ഇഷ്ടികപ്പൊടി കതിനക്കുറ്റിയിൽ നിന്നും ശക്തിയായി പുറന്തള്ളപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് വലിയ മുഴക്കത്തോടെ നാം കേൾക്കുന്നത്. നിലവിൽ ഇത്തരം പ്രവൃത്തികൾക്ക് പുതുതലമുറ തയ്യാറാകുന്നില്ല. അപകട സാധ്യതയും മരുന്നിന്റെ ദുർഗന്ധവും ആണ് ഇതിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു മാറുന്നത്. തുടക്കത്തിൽ ആശാൻ ശശിക്കൊപ്പം 10-15 ആളുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ആശാന്റെ കാലശേഷം ഇവർ 2 പേരും മാത്രമാണ് ജോലികൾ ചെയ്യുന്നത്. ഇപ്പോൾ വലിയ വർക്കുകൾക്ക് മാത്രമാണ് ഇവർ കൂടുതൽ സഹായികളെ കൂടെ കൂട്ടുന്നത്. ഫാൻസി മരുന്നുകളുടെ കടന്നുകയറ്റത്തോടുകൂടി നിലവിൽ കതിന പൊട്ടിക്കൽ വളരെ കുറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ ദീപാരാധനയ്ക്ക് 51ഉം 101ഉം മാത്രമാണ് ഇപ്പോൾ കൂടുതൽ പൊട്ടിക്കുന്നത്. ഇത്തരം പ്രവൃത്തിയിൽ ദൈവപ്രീതി മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇരുവരും പറയുന്നത്. അതല്ല, ഞങ്ങൾക്ക് നിസ്സാര കൂലി അത്രേ ഉള്ളൂ. അതെ അതെ, അമ്പലത്തിലെ ചടങ്ങ് പൊട്ടിക്കാന്ന് പറയും. ഭഗവതീനെ ഉണർത്താന്നൊക്കെയാണ് പറയാം. കാലത്ത് പുലർച്ചെ 5 മണിക്ക് പൊട്ടിക്കും. ഇവിടെ ഞങ്ങൾ വന്നിട്ടിപ്പോൾ ഞങ്ങളായി വന്നിട്ട് 5 വർഷമായി. ആശാനായി വന്നിട്ട് എത്ര വർഷമായി കറക്റ്റ് അറിയില്ല. ആദ്യം ആശാന്റെ കൂടെ കുറച്ച് നാള്, ഞാൻ 3 വർഷമൊക്കെ ഉണ്ടായിരുന്നല്ലോ ആശാന്റെ കൂടെ. അപ്പോൾ ആശാൻ മരിച്ചു. വലിയ വർക്ക് വരുമ്പോൾ ഞങ്ങൾ ആളെ കൂട്ടും. ഞങ്ങൾ വലിയ വർക്ക് ഇപ്പോൾ എടുക്കാറില്ല, ചെറിയ വർക്ക് മാത്രമേ എടുക്കാറുള്ളൂ. മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് വർക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. പൊട്ടിക്കണു, ചടങ്ങുകൾ പൊട്ടിക്കണു, അത്ര തന്നെ. പിന്നെ അവസാനം ദീപാരാധന എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അമ്പലത്തിൽ. അതിന് ചിലവർ 51 പൊട്ടിക്കാൻ പറയും, അല്ലെങ്കിൽ 101 പൊട്ടിക്കാൻ പറയും. 10-12 പണിക്കാരനായിരുന്നു. ആരും പണിക്ക് വരാൻ കൂട്ടുകാർ ഈ പണി താല്പര്യമില്ല. ഈ മണം ആർക്കും തീരെ താല്പര്യപ്പെടില്ല. അത്ര പൊട്ട മണ.
പബ്ലിക്കിൻ്റെ കൂടെ പോകാൻ പറ്റില്ല. 12 പേരുണ്ടായിരുന്നതാണ്. ആർക്കും ഈ വർക്കിനോട് താല്പര്യമില്ല. ഞങ്ങൾ പറ്റാവുന്ന വർക്ക് എടുക്കണു, ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. CCTV ന്യൂസ് പുന്നയൂർകുളം. പഴഞ്ഞി ഹൈസ്കൂളിന് സമീപം മാർ ഗ്രിഗോറിയോസ് റോഡ് റീടാറിംഗ് നടത്തണമെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കാന നിർമ്മിക്കണമെന്നും BJP പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ചെറിയ മഴ പെയ്താൽ പോലും റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കാനായി മെറ്റൽ വിരിച്ചെങ്കിലും ടാറിംഗ് നടത്താത്തതിനാൽ യാത്രക്കാർക്ക് ദുരിതമാവുകയാണെന്ന് BJP ആരോപിച്ചു. റീടാറിംഗും കാന നിർമ്മാണവും നടത്തണമെന്നാവശ്യപ്പെട്ട് BJP പഞ്ചായത്ത് കമ്മിറ്റി കാട്ടകമ്പാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. BJP കുന്നംകുളം മണ്ഡലം സെക്രട്ടറി PJ ജെബിൻ, BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബൈജു പട്ടിത്തടം, രജീഷ് ഐനൂർ, സുനീഷ് പെരുന്തുരുത്തി, PK സാജു എന്നിവർ നേതൃത്വം നൽകി. 3.25 ലക്ഷം രൂപയോളം വിലയിൽ ലേലത്തിൽ വിറ്റുപോയിരിക്കുകയാണ് ഒരു വരിക്കച്ചക്ക. നമ്മൾ ചാവക്കാട്ടുകാർ ഒമാൻ ചാപ്റ്റർ മഹർജാൻ ചാവക്കാട് 2024 എന്ന പേരിൽ മസ്കറ്റിലൊരുക്കിയ വിഷു, ഈദ്, ഈസ്റ്റർ മെഗാ ഉത്സവത്തിലാണ് വമ്പൻ വിലയിൽ ചക്ക ലേലമുറപ്പിച്ചത്. ഒരു ചക്ക ലേലം വിളിച്ചെടുത്തത് 335 ഒമാനി റിയാലിനാണെന്ന് പറയുമ്പോൾ ആരും അതിശയപ്പെട്ടു പോകും. ആ തുകയ്ക്ക് മസ്കറ്റിൽ നിന്നും നാട്ടിൽ പോയി തിരികെ ചക്കയുമായി തിരിച്ചു വന്നാലും ബാക്കി തുക കയ്യിലുണ്ടാകും എന്നൊന്നും പറഞ്ഞേക്കരുത്. കാരണം ഇത് ലേലം വിളിയുടെ ആവേശമാണ്. നമ്മൾ ചാവക്കാട്ടുകാർ കൂട്ടായ്മയിലെ ഒരംഗം നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന നാടൻ വരിക്കച്ചക്കയാണ് ലേലം വിളിക്ക് വെച്ചത്. 10 ഒമാനി റിയാൽ അടിസ്ഥാന വില നിശ്ചയിച്ചാണ് ലേലം വിളി തുടങ്ങിയത്. പലരും ചക്ക സ്വന്തമാക്കാൻ ആവേശത്തോടെ ലേലം വിളിച്ചു. 100 ഒമാനി റിയാലിനപ്പുറം ലേലം വിളി കണക്കില്ലെന്നായിരുന്നു സംഘാടകരുടെ കണക്കുകൂട്ടൽ. പക്ഷേ ആവേശം മൂത്തപ്പോൾ ഒരു നാടൻ വരിക്കച്ചക്കയുടെ വിലയങ്ങ് കയറി. പ്രതീക്ഷകളെ അസ്ഥാനത്താക്കി 335 റിയാലിന് ലേലം ഉറപ്പിച്ചു. ഏകദേശം 72,000 ഇന്ത്യൻ രൂപ. ഷഹീർ ഇത്തിക്കാടാണ് മകൾ നൗറിന്റെ ആഗ്രഹം നിറവേറ്റാൻ ചക്ക ലേലത്തിൽ പിടിച്ചത്. 16 കിലോ തൂക്കമുള്ള ഒരു വരിക്കച്ചക്കയോടൊപ്പം 2 കൊട്ട മാങ്ങയും ഷഹീറിന് സമ്മാനിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. വേലൂരിലെ മുൻ CPM ലോക്കൽ സെക്രട്ടറിയും കാർഷികേതര സഹകരണ സംഘം സ്ഥാപക പ്രസിഡന്റുമായ PK ഹരികൃഷ്ണൻ മാസ്റ്ററുടെ 1ാം അനുസ്മരണം സംഘടിപ്പിച്ചു. കിരാലൂരിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സൂര്യശർമ്മൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, അബിൽ ബേബി, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, അവണൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KN രാധാകൃഷ്ണൻ, KN മൊയ്തു, CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ എന്നിവർ സംസാരിച്ചു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം തൃശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് നടന്നു. കൊണാർക്ക് ഹോട്ടലിൽ ചേർന്ന സമ്മേളനം രാഷ്ട്രീയ സ്വയംസേവക സംഘം ഗുരുവായൂർ ജില്ലാ സംഘചാലക് ഡോക്ടർ CG നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രത്തിന്റെ വൈഭവത്തിലേക്കുള്ള പ്രയാണത്തിൽ വ്യാപാരി വ്യവസായി സമൂഹത്തിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നും ധർമാധിഷ്ഠിത വ്യാപാരം, ന്യായാധിഷ്ഠിത ലാഭം എന്ന സനാതന മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം പ്രവർത്തിക്കുന്നതെന്നും CG നന്ദകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വ്യക്തിയുടെ മനസ്സിൻ്റെയും ബോധത്തിൻ്റെയും വികാസം കൊണ്ടാണ് എൻ്റെ കർത്തവ്യം എന്താണ് എന്നൊരു ബോധമുണ്ടായി നമ്മളത് ചെയ്യുന്നത്. വളരെ ചെറിയ അവസ്ഥയിൽ ഇതിന് മാറ്റം വരും. പക്ഷെ ചിന്തിച്ച് തുടങ്ങിയാൽ, പ്രവർത്തിച്ച് തുടങ്ങിയാൽ ഒരു മാറ്റം കാണും. ഏറ്റവും ചെറിയ അളവിന് പോലും പൂജ്യത്തിനേക്കാളും വലിയൊരു മൂല്യമുണ്ട്. അതുകൊണ്ട് ഏറ്റവും ചെറിയൊരു മൂല്യം, ഞാൻ ഈ അവസാനം പറഞ്ഞ ഈ പഞ്ചപ്രാണൻ ഇതിൽപ്പെട്ട കാര്യങ്ങൾ. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. സംഘടന ജില്ലാ പ്രസിഡന്റ്
വെള്ളാട്ട് രഘുനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി CV പ്രേംകുമാർ സംഘടനാവൃത്തം അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് M വിനീത് വാർഷിക കണക്ക് അവതരിപ്പിച്ചു. യോഗത്തിൽ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. ആദരവിന് കുന്നംകുളം സരസ്വതി പൂജ വേൾഡ് ഉടമ ദുരൈക്കണ്ണൻ മറുപടി പ്രസംഗം നടത്തി. RSS തൃശൂർ വിഭാഗം സംഘചാലക് KG അച്യുതൻ മാസ്റ്റർ ചുമതല പ്രഖ്യാപനം നടത്തി. യോഗത്തിൽ സംഘടനാ സംസ്ഥാന സെക്രട്ടറി PS രഘുനാഥ് കുടുംബമിത്രം പദ്ധതിയുടെ വിശദീകരണം നടത്തി. BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, സഹകാർ ഭാരതി സംസ്ഥാന കമ്മിറ്റി അംഗം PA വേലായുധൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി PS ശ്രീജേഷ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി MV ഉല്ലാസ് നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം. ചൂണ്ടൽ പയ്യൂർക്കാവ് കണത്തേഴത്ത് സർപ്പക്കാവിൽ സർപ്പക്കളം നടന്നു. ഉച്ചതിരിഞ്ഞ് 2 മണിയോടെ സർപ്പക്കളത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായി. സ്ഥാനക്കൽ നാട്ടി കുരുത്തോല തോരണങ്ങളിട്ട് അലങ്കരിച്ച് മണിപ്പന്തലൊരുക്കി ഗണപതി പൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് തറവാട്ടുകാരനവർ കളം പൂജ നടത്തിയതിനു ശേഷം കൂറയിട്ടു. നാഗക്കളം വരയ്ക്കുന്നതിനും മറ്റ് ചടങ്ങുകളായ മുറം പൂജ, താലമെഴുന്നള്ളിപ്പ്, പാലും പൊടി പൂജ, അഴലുപൂജ, അഷ്ടദിക്പാലകർക്കായുള്ള പൂജ, തിരിയൊഴിച്ചിൽ, സർപ്പംപാട്ട്, തുള്ളൽ, പാൽക്കിണ്ടി ചെരിയൽ എന്നീ ചടങ്ങുകളാണ് സർപ്പക്കളത്തിന്റെ ഭാഗമായി നടന്നത്. തുടർന്ന് കൂറ വലിച്ചതോടെ സർപ്പക്കളത്തിന് പരിസമാപ്തിയായി. ശിവൻ പുള്ളുവൻ സർപ്പക്കള ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ സർപ്പക്കള ചടങ്ങിൽ സംബന്ധിച്ചു. ചാവക്കാട് ഖുറാൻ സ്റ്റഡി സെന്റർ ആസ്ഥാനമായി 1.5 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന തഖ്ദീസ് ക്യാമ്പിന്റെ ഈ വർഷത്തെ ദശദിന ക്യാമ്പ് സമാപിച്ചു. ഫോക്കസ് മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ഹാഫിസ് ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് ചീഫ് കോർഡിനേറ്റർ മഹ്റൂഫ് ഫാഫി അധ്യക്ഷത വഹിച്ചു. അവാർഡ് പ്രഖ്യാപനം ജനറൽ കൺവീനർ സലാം ഹാജി നിർവഹിച്ചു. ബെസ്റ്റ് ക്യാമ്പറായി ജുവേരിയ ശംസുദ്ദീൻ ബ്ലാങ്ങാടിനെയും തുടർന്നുള്ള ജേതാക്കളായി ഫാത്തിമ ഷിൻസാൽ നിയ, ഹാഷിർ, അദ്നാൻ, ഐഷ ഷറഫുദ്ദീൻ, ഫാത്തിമ സിയാന, വഫ, മക്തൂം, ഹിഷാം, അമീൻ, റിംഷ എന്നിവരെയും തെരഞ്ഞെടുത്തു. ബെസ്റ്റ് ക്യാമ്പർ അവാർഡ് 50% ഓഫറോടെയുള്ള ഉംറയും മറ്റ് 10 ജേതാക്കൾക്ക് 10,000 രൂപ കുറവിൽ ഉംറയുമാണ് സമ്മാനിക്കുന്നത്. ക്യാമ്പ് ഭാരവാഹികളായ ജുറൈജ് വാഫി, അസ്ലം ബക്കർ, ഷനാഹ്, ജബ്ബാർ, നസീർ, സായിദ് ഉമർ എന്നിവർ പ്രസംഗിച്ചു. ഹാഫിസ് സഹദിന്റെ ഖിറാത്തോടെ തുടങ്ങിയ സദസ്സിന് ചീഫ് മെന്റർ അഫ്സൽ വാഫി ചൊവ്വലൂർപടി സ്വാഗതവും സാഹിദ് ഒരുമനിയൂർ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് ചാവക്കാട്. കുന്നംകുളം പ്രൊഫിൻസ് റെസിഡൻഷ്യൽ ക്യാമ്പസിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും വിദ്യാഭ്യാസ സെമിനാറും സംഘടിപ്പിക്കുന്നു. ബുധനാഴ്ച ഗുരുവായൂർ നിധി റെസിഡൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ N കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും +2-വിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കും. +2-വിന് ശേഷം ഇനിയെന്ത് എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. ICMAI സദേൺ റീജിയണൽ കൗൺസിൽ മെമ്പർ പ്രവീൺ കുമാർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ തൃശൂർ ചാപ്റ്റർ സെക്രട്ടറി അനൂപ് NG, കരിയർ ഗൈഡൻസ് വിദഗ്ധൻ ഹാരിസ് ഹമീദ് എന്നിവർ ക്ലാസ് നയിക്കും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓറിയന്റേഷൻ ക്യാമ്പ് നടത്തി. ആൽത്തറ സലഫി മസ്ജിദിൽ ഞായറാഴ്ച നടത്തിയ ക്യാമ്പ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി TK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ നിന്നായി മണ്ഡലം സെക്രട്ടറി, പ്രസിഡന്റ്, ശാഖാ സെക്രട്ടറിമാർ എന്നിങ്ങനെ തെരഞ്ഞെടുത്തവർക്ക് വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് KM ഹൈദരാലിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറി അഷ്റഫ് സുലമി സ്വാഗതം പറഞ്ഞു. മുസ്തഫ മൗലവി, സുഹൈൽ, റഷീദ്, നാസർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ചയുമുണ്ടായി. കുന്നംകുളം അക്ഷയ അംഗൻവാടിയുടെ 30ാം വാർഷികാഘോഷ പരിപാടികൾ നടന്നു. 8 ദിവസത്തെ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുനിസിപ്പൽ കൗൺസിലർ ലീല ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. റിനോയ് വർഗീസ് അധ്യക്ഷനായി. NM കൃഷ്ണൻകുട്ടി, PM ചേറു, ശ്രീജ കുമാരി എന്നിവർ സംസാരിച്ചു. ചരമം. കടവല്ലൂർ കോടത്തുംകുണ്ട് മണ്ഡകത്തിങ്കൽ മണിയുടെ മകൻ മഹേഷ് നിര്യാതനായി. 36 വയസ്സായിരുന്നു. സംസ്കാരം പള്ളം പുണ്യതീരത്ത് നടന്നു. ഉഷയാണ് മാതാവ്. സനേഷ്, നികേഷ് എന്നിവർ സഹോദരങ്ങളാണ്. കുന്നംകുളം MGRAയിൽ കുന്നത്തുപറമ്പൻ അവറാച്ചൻ എന്ന അബ്രഹാം നിര്യാതനായി. 101 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം CSI സെന്റ് പോൾസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. പരേതയായ മേരി ഭാര്യയാണ്. റിട്ടയർഡ് CSI സിനഡ് സോഷ്യൽ ബോർഡ് കോർഡിനേറ്റർ ചാക്കോ എബ്രഹാം, കുന്നംകുളം സർക്കാർ ബദിരവിദ്യാലയം റിട്ടയർഡ് അധ്യാപകൻ ജോബ്സൺ അബ്രഹാം എന്നിവർ മക്കളാണ്. കുന്നംകുളം സർക്കാർ ബദിരവിദ്യാലയം റിട്ടയർഡ് അധ്യാപിക ലില്ലി, കുന്നംകുളം ഫെയിം ബ്യൂട്ടി ക്ലിനിക്സ് സിമ്മി എന്നിവർ മരുമക്കളാണ്. കുന്നംകുളം ശങ്കരപുരം കൊളമംഗലത്ത് കരുണാകരൻ നായരുടെ ഭാര്യ സരസ്വതി നിര്യാതയായി. 63 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. കൃഷ്ണദാസ്, പരേതയായ ശ്രീലക്ഷ്മി എന്നിവർ മക്കളാണ്.
കാട്ടകമ്പാൽ ചിറക്കൽ ചീരക്കുഴി ഉങ്ങുന്തറയ്ക്കൽ മാമുണ്ണി ഭാര്യ തിത്താവു നിര്യാതയായി 86 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9-ന് ചിറക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. പരേതനായ മൊയ്തുണ്ണി, സിദ്ദിഖ്, കുഞ്ഞുമോൻ അലീമു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവാഹ വീട്ടിലെ ദീപാലങ്കാരത്തിന്റെ ജോലിക്കിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. തിരുമിറ്റക്കോട് കളത്തിലായൽപ്പടി വിപിനാണ് മരിച്ചത്. അപകടം ശനിയാഴ്ച വൈകിട്ടോടെ. വിദ സാഹിത്യോത്സവത്തിന് സമാപനമായി. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കാവ്യശിഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് യൂണിയന്റെയും കൾച്ചറൽ ആൻഡ് ലിറ്റററി ക്ലബിന്റെയും സഹകരണത്തോടെ നടന്നുവന്നിരുന്ന വിദ സാഹിത്യോത്സവം സമാപിച്ചു. എരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചികിത്സയ്ക്കായി ഡോക്ടറെ നിയമിക്കാത്തതിൽ പ്രതിഷേധം ഉയരുന്നു. അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് എസ് രംഗത്ത്. അവഗണന തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് MP റഫീഖ് തങ്ങൾ. കാറ്റിലും മഴയിലും മുള്ളൂർക്കരയിൽ വാഴകൃഷിക്ക് കനത്ത നാശം. ഓണവിപണിയെ ലക്ഷ്യമാക്കി കൃഷി ചെയ്ത 150ഓളം വരുന്ന ചങ്ങാലിക്കോടൻ നേന്ത്രവാഴകളാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും കടപുഴകി വീണത്. കർഷകനായ ആറ്റൂർ മണ്ഡലം കുന്ന് നരിപ്പറ്റ പ്രതീഷ് ബാബുവിന്റെ കൃഷിയിടത്തിലാണ് നാശനഷ്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.